ഞാൻ അങ്ങനെ ഒരുപാട് സ്കിൻ കെയർ ഒന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല. ചെയ്യാണെങ്കിൽ ഇതുപോലെ കസ്തൂരി മഞ്ഞളോ മുൾട്ടാണി മിട്ടിയോ ഒക്കെയാണ് ഇടാറുള്ളത്. എന്റെ അനിയന്റെ കല്യാണ നിശ്ചയമൊക്കെ വരുന്നതിന് മുമ്പേ ഞാൻ മുഖത്തെ ടാൻ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് 2 ആഴ്ച എന്നും രാത്രി ഈ ഒരു സംഭവം ട്രൈ ചെയ്തു. ഇതാണ് ചെമ്പൈയുടെ കസ്തൂരി മഞ്ഞൾ പൗഡറും പിന്നെ കാരറ്റ് സീഡ് ഓയിലും. ഞാൻ കസ്തൂരി മഞ്ഞളില് കാരറ്റ് സീഡ് ഓയിൽ ഒഴിച്ചിട്ടാണ് യൂസ് ചെയ്തത്. ഇനി പിമ്പിൾസ് ഒക്കെ ഉള്ള സ്കിൻ ഉള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം കേട്ടോ. സാധാരണ നമ്മൾ വാങ്ങുന്ന ഈ കസ്തൂരി മഞ്ഞളൊക്കെ മഞ്ഞ കളറിലല്ലേ ഇരിക്കുക. ഇതൊരു ക്രീം ഷെയ്ഡിലായിരിക്കണേ. ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ മഞ്ഞ അല്ലത്രേ, ക്രീം കളറിലായിരിക്കുക. അതാണ് ഇതിന്റെ പൊടിയുടെ കളറും ആ ക്രീം കളറിലിരിക്കണേ കേട്ടാ. ചെമ്പൈയുടെ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്തിട്ട് നല്ല ഗ്ലോ വന്ന കാരണം കൊണ്ട് തന്നെ ഞാൻ നിശ്ചയത്തിന് മുമ്പായിട്ട് ഒരു ഫേഷ്യൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. അതുപോലും ഞാൻ ചെയ്തില്ല എന്നുള്ളതാണ്. എൻഗേജ്മെന്റ് ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വ്ളോഗ് ഇട്ടുണ്ടായി. അത് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാനും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഹെയർ കട്ട് മാത്രം ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്നറിയോ? എന്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആണ്. എന്തിട്ടാലും ഒരു ചെറിയ നീറ്റം എനിക്ക് വരാറുണ്ട്. പക്ഷെ ഈ കസ്തൂരി മഞ്ഞളൊന്നും ഇട്ടിട്ട് എനിക്ക് ഒട്ടും നീറ്റം തോന്നിയില്ല കേട്ടോ. പിന്നെ പിമ്പിൾസിന്റെ പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും കാരറ്റ് സീഡ് ഓയിൽ തന്നെ യൂസ് ചെയ്തോളൂ. എന്താന്ന് വെച്ചാ ഈ കാരറ്റ് സീഡ് ഓയിൽ വെച്ച് മിക്സ് ചെയ്ത് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് കൂടുതൽ ഗ്ലോ വന്നതായിട്ട് തോന്നിയേട്ടാ. ഞാൻ എന്തായാലും ഉപയോഗിച്ചു നോക്കിയിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് ആണ് നിങ്ങളായിട്ട് പങ്കുവെച്ചത്. അപ്പൊ ഇതുപോലെ നാച്ചുറൽ പ്രൊഡക്ട്സ് വേണ്ട ആൾക്കാര് വേഗം ചെമ്പൈസിനെ കോണ്ടാക്ട് ചെയ്തോട്ടാ.